എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ കുറേ റീൽസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ റീലെന്ന് പറയുന്നത് ചെന്നൈയിലെ ഏതോ റെയിൽവേ സ്റ്റേഷനാണ്. ചെന്നൈയിൽ എത്ര റെയിൽവേ സ്റ്റേഷനൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ചെന്നൈയിൽ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. എന്തായാലും ഒരു ചേച്ചി ട്രെയിനും കാത്ത് അവിടെ ഒരു സീറ്റിലിരിക്കുകയാണ്. ഒരുത്തൻ എന്തോ വന്ന് ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ അവിടെ കിടന്ന് ചുറ്റിപ്പറ്റിയൊക്കെ ഇരിക്കുന്നുണ്ട്. സംഗതി എന്താണ് അവൻ്റെ ഉദ്ദേശമെന്നൊന്നും നമുക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് അവൻ ഈ ചേച്ചിയുടെ അടുത്ത് വന്ന് ഇരിക്കുകയാണ്. എന്നിട്ട് അവരോട് സംസാരിക്കുന്നു. എന്തൊക്കെയോ അവൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. എന്തോ ഒരു ഉദ്ദേശമുണ്ട്. മിക്കവാറും അവരെ മാല വല്ല അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനായിരിക്കും ഗൈസ്. അതെ എടേ, ഞാൻ ഈ വീഡിയോ നേരത്തെ കണ്ടിട്ടാണ് ഈ ഇരുന്ന് സംസാരിക്കുന്നത്, മനസ്സിലായില്ലേ? ഓക്കെ, സോ അപ്പോൾ എന്താണ് ഇയാളെന്തോ ചെയ്യും, ഈ ചേച്ചിയുടെ സ്വർണ്ണമാലയും തട്ടിക്കൊണ്ട് ഒരൊറ്റ ഓട്ടം ഓടുന്നുണ്ട് ഗൈസ്. അപ്പം ഞാൻ അതൊന്ന് കാണിക്കാം. ദാ പോയി, തീർന്നു, ഫിനിഷ്. അടുത്ത വീഡിയോയിലേക്ക് പോവാം. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൗഡായിട്ട് മ്യൂസിക് വിട്ടുകൊണ്ട് ഒരുത്തൻ റോഡിലെത്തിയിരിക്കുകയാണ്. ഇത് സംഭവം നടക്കുന്നത് ഇന്ത്യയിലല്ല, അങ്ങ് വിദേശത്തെ ഏതോ ഒരു രാജ്യത്താണ്. ഏത് രാജ്യത്താണെങ്കിലും ശരി, അവിടുത്തെ സായിപ്പിന് അത് പിടിച്ചില്ല. സായിപ്പ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് ഇവനെ ഗുണദോഷിക്കാൻ പോവുകയോ ഇവനോട് ചോദിക്കാൻ പോവുകയൊക്കെയാണ് ചെയ്യുന്നത്. എന്നാലും ഇടയിടെ ഹെഡ്സെറ്റ് വെച്ചിട്ട് അതിനകത്ത് വല്ലതും കേൾപ്പിച്ചാൽ പോലെ. എന്തിനാണ് കണ്ട വിദേശികളെ കൊണ്ട് ഈ ഇന്ത്യക്കാരെ മൊത്തത്തിൽ വെറുപ്പിക്കുന്നത്? അല്ലെങ്കിൽ നീ ഏത് രാജ്യക്കാരാണല്ലോ ആ രാജ്യക്കാരെ എന്തിനാണ് വെറുപ്പിക്കുന്നത്? എന്തായാലും കണ്ടിട്ടൊരു ഇന്ത്യക്കാരൻ്റെ ലുക്കുണ്ട്. ഇവ ഇന്ത്യക്കാരനായിരിക്കും, എനിക്കറിയത്തില്ല. എന്തായാലും നിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഔട്ട് ചെയ്തിരിക്കുന്നു. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുരങ്ങ് വന്നിട്ടൊരു സൺറൂഫ് പൊളിച്ചുകൊണ്ട് ഒരു കാറിനകത്ത് കയറുന്നതാണ് ഗൈസ്. പക്ഷേ അവനൊന്നും അറിഞ്ഞില്ല എന്ന രീതിയിൽ അവൻ അവിടെ നിന്ന് മുങ്ങുകയാണ് ഗൈസ്. എന്തായാലും ഈ വണ്ടിയുടെ ഓണർ ആരായാലും കാശ് മുടക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഏതോ ഒരു സ്ഥലത്താണ്, അതിൻ്റെ ഇടയ്ക്ക് കറണ്ടും പോയി. എന്തായാലും ആട്ടെ ഗൈസ്. അപ്പം ഏതോ ഒരു സ്ഥലത്ത് സർക്കാർ ഒരു റിവോൾവിങ് ഡോർ അങ്ങോട്ട് വെച്ചു. അപ്പോൾ ആ ഡോറിൻ്റെ ഇടയ്ക്കൂടെ കുറേ ആളുകൾ പോകാനായിട്ട് കഷ്ടപ്പെടുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇവർക്ക് സിവിക് ഇല്ല, അത് ഇതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, എന്തിനാണ് ചെറിയ ഡോർ കൊണ്ടുവന്ന് അവിടെ വെച്ചിരിക്കുന്നത്? എന്ത് തേങ്ങയൊക്കെയാണ്? ഒരു വലിയ ഗേറ്റ് പണിഞ്ഞിരുന്നത് ആ ദണ്ട് അത്രയും പേർക്ക് സുഖമായിട്ട് അതൊരു പോലായിരുന്നു. എന്ത് തേങ്ങയൊക്കെയാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നത്? പിന്നെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനൊരു ഇത് കണ്ടു കഴിഞ്ഞാൽ അതനുസരിച്ച് ഒക്കെ ഒന്നും വേണ്ട അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ പോകാനായിട്ട്. എന്തിനാ വെറുതെ? എന്തെല്ലാം ആയിട്ട് ഗൈസ്. ആ റിവോൾവിങ് ഡോർ വെച്ചവനും മണ്ടൻ, അതുവഴി പോകാൻ ശ്രമിക്കുന്നവരും അതിലും വലിയ മണ്ടന്മാർ. എന്തെല്ലാം ആട്ടെ. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭർത്താവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മറ്റൊരാളോടൊപ്പം കാണുകയാണ് ഗൈസ്. അയാളുടെ ബോധം പോവുകയാണ്. പിന്നെ അയാളുടെ ഭാര്യ ക്ഷമ ചോദിക്കുന്നതൊക്കെ ഉണ്ട്. ശരിയാണ്, ആ ഭാര്യയെ ക്ഷമിക്കുക, എന്നിട്ട് അവരെ വിട്ടുകളയണം മിസ്റ്റർ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനെ പറ്റി ആലോചിക്കുക. അതായിരിക്കും നല്ലത്. കാരണം ക്ഷമിച്ചിട്ട് അവരോടൊപ്പം ഇനിയിപ്പോൾ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. എപ്പോഴും സംശയിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് പലയിടത്തുമായി ഇപ്പം സംശയരോഗത്തിൻ്റെ പേരിൽ ആളുകളെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ വിട്ടുകളയുക.